സംഘപരിവാറിന്റെ കേരളത്തോടുള്ള യുദ്ധപ്രഖ്യാപനമാണ് കേന്ദ്ര ബജറ്റെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാസ്റ്റർ. ശത്രുതാപരമായ നിലപാട് കേന്ദ്ര സർക്കാർ തുടരുകയാണ്. SIR-ൽ BLOമാർ അറിയാതെ വോട്ടുകൾ അനധികൃതമായി കൂട്ടിച്ചേർക്കുകയാണെന്നും ഇതര സംസ്ഥാനത്തു നിന്നുള്ളവർ പോലും പട്ടികയിൽ ഇടം പിടിച്ചത് ഗൗരവതരമായ കാര്യമാണെന്നും കാസർഗോഡ് നടത്തിയ വാർത്താ സമ്മേളനത്തിൽ ഗോവിന്ദൻ മാസ്റ്റർ പറഞ്ഞു. എയിംസ് ഉൾപ്പെടെ 29 ആവശ്യങ്ങളാണ് സംസ്ഥാനം കേന്ദ്രത്തിന് മുന്നിൽ ഉന്നയിച്ചത്. എന്നാൽ ഒന്നും നൽകിയില്ല. ശത്രുതാപരമായ നിലപാട് കേന്ദ്രം തുടരുകയാണ്. തൊഴിലുറപ്പ് പദ്ധതിക്ക് മതിയായ ഫണ്ട് നൽകാതെ പദ്ധതിയെ തന്നെ ഇല്ലാതാക്കുകയാണ്. കേരളത്തിനേക്കാൾ ചെറിയ സംസ്ഥാനങ്ങൾക്ക് പോലും ഗ്രാന്റ് വിഹിതം വർദ്ധിപ്പിച്ചപ്പോൾ കേരളത്തിൻ്റേത് വെട്ടിക്കുറക്കുകയാണെന്നും MV ഗോവിന്ദൻ മാസ്റ്റർ പറഞ്ഞു. കേരളത്തേക്കാൾ ജനസംഖ്യ കുറവായ സംസ്ഥാനങ്ങൾക്ക് കേരളത്തേക്കാൾ വിഹിതമുണ്ട്. കേരളത്തിന് 2.38%, അത് 3.9% വരെ മുമ്പുണ്ടായിരുന്നതാണ്. അതാണ് കുറച്ചിപ്പോൾ 2.38 എത്തിയത്. അപ്പോൾ കേരളത്തോടുള്ള സംഘപരിവാറിൻ്റെ ഒരു യുദ്ധപ്രഖ്യാപനമാണ് യഥാർത്ഥത്തിൽ നടന്നിട്ടുള്ളത്. കേരളത്തെ അവഗണിച്ച കേന്ദ്രത്തിനെ വിമർശിക്കാൻ കുഞ്ഞാലിക്കുട്ടിക്ക് ആർജവമില്ലാത്തതുകൊണ്ടാണ് കുഞ്ഞാലിക്കുട്ടി സംസ്ഥാനത്തെ കുറ്റപ്പെടുത്തുന്നത്. മുസ്ലിം ലീഗ് നേതാവ് PK കുഞ്ഞാലിക്കുട്ടി പറഞ്ഞത് കേരള സർക്കാരിന് പരിഭവം പറയാനേ ആവുന്നുള്ളൂ, വാങ്ങിയെടുക്കാനാവുന്നില്ല. ഇനി അദ്ദേഹം എന്താണ് ഉദ്ദേശിക്കുന്നത് എന്ന് വ്യക്തമല്ല. എന്ന് പറഞ്ഞാൽ കേന്ദ്രത്തെ വിമർശിക്കാൻ ധൈര്യമില്ല, കേന്ദ്രത്തിൻ്റെ നിലപാട് തെറ്റാണെന്ന് പറയാനുള്ള ആർജവമില്ല. എന്നിട്ട് കുഞ്ഞാലിക്കുട്ടി പറയുകയാണ് വാങ്ങിയെടുക്കാൻ കഴിയുന്നില്ല. നേരെ മറിച്ചാണ് കാര്യം. കേരള ഗവൺമെൻറ് വാങ്ങിയെടുക്കുന്നതല്ല, കേരള ഗവൺമെൻറ് അവകാശപ്പെട്ടത് തരികയല്ലേ വേണ്ടേ? ആ തരുന്നില്ല. തരാതപ്പോഴാണ് സുപ്രീം കോടതി വരെ പോയത്. ഇനി ശക്തിയായ സമരത്തിലേക്ക് പോകേണ്ടി വരും. കുഞ്ഞാലിക്കുട്ടി സമരത്തിന് തയ്യാറുണ്ടോ? SIR-ൽ അടിമുടി അപാകതയാണ്. BLOമാർ അറിയാതെയാണ് വോട്ടുകൾ അനധികൃതമായി കൂട്ടിച്ചേർക്കുന്നത്. അന്യസംസ്ഥാനത്തു നിന്നുള്ളവർ പോലും വോട്ടർ പട്ടികയിൽ ഇടം പിടിക്കുന്നത് ഗൗരവകരമാണെന്നും ഗോവിന്ദൻ മാസ്റ്റർ പറഞ്ഞു. BLOമാർ അറിയുന്നില്ല. BLOമാർ അറിയാതെ തന്നെ നിരവധി വോട്ടുകൾ ഓരോ ബൂത്തിലും ചേർക്കുന്നു എന്നുള്ളതാണ് വിവരം. നേരെ മറിച്ച് BLOമാർ അറിഞ്ഞുകൊണ്ട് മാത്രമേ വോട്ട് ചേർക്കാൻ പാടുള്ളൂ എന്നുള്ളതാണ് നിബന്ധന. അതിന് ലിസ്റ്റ് തരണം എന്ന് പറഞ്ഞിട്ടുണ്ട്. ബീഹാറുകാരനൊക്കെ വോട്ടർ പട്ടികയിലേക്ക് വരുന്നുണ്ട് എന്നുള്ള വിവരമാണുള്ളത്. ഞങ്ങൾക്ക് കിട്ടിയ വിവരം തന്നെ പരിശോധിച്ച് നോക്കിയപ്പോൾ ചില വാർഡുകളിലേക്ക് അങ്ങനെയുള്ള ആളുകൾ വന്നിട്ടുണ്ടെന്നാണ്. കാസർകോട്ടെ തെരഞ്ഞെടുക്കപ്പെട്ട വ്യക്തികളുമായുള്ള കൂടിക്കാഴ്ചയിൽ നാടിന്റെ വികസനത്തിനുതകുന്ന നിരവധി നിർദ്ദേശങ്ങൾ ഉയർന്നു വന്നതായും ഗോവിന്ദൻ മാസ്റ്റർ അറിയിച്ചു. കാസർഗോഡ് നിന്നും PV കുട്ടൻ.